വെൽക്കം ബാക്ക് ടു ജെനോട്ട ക്ലോക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നത്തിങ്ങിൻ്റെ പുതിയ ഫോണുകളായിട്ടുള്ള 4A എടുക്കണോ 4A Pro എടുക്കണോ എന്നതാണ്. സോ അങ്ങനെ ഡൗട്ടുള്ള മച്ചാമാരായിരിക്കും കൂടുതലും ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുണ്ടായിരിക്കുക. അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും ഒരു ഫൈനൽ ആൻസർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസൈനിൻ്റെ പാർട്ട് നോക്കാം. ഡിസൈനിൻ്റെ പാർട്ടിൽ കണ്ണും അടച്ചുകൊണ്ട് നമുക്ക് പറയാം ഡിസൈനിങ്ങിൽ ഈ ഒരു നത്തിങ് 4A Pro തന്നെയാണ് ഏറ്റവും മികച്ച് നിൽക്കുന്നത്. കാരണം ഒരു 1 lakh ഫോണിനൊക്കെ കിട്ടേണ്ടതായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ പല കമ്പനിക്കാരും അവരുടെ ഡിസൈൻ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഡിസൈനിങ് പാർട്ടിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 4A Proൻ്റെ ഡിസൈൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ. നത്തിങ് 4Aയുടെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ അത് നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ്. എന്നാൽ നത്തിങ് 3Aയിൽ വന്നിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് അവർ ഫോളോ ചെയ്തിട്ടുള്ളത്. അതിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല. ചെറിയൊരു ട്രാൻസ്പാരൻസിയുടെ കാര്യത്തിലൊക്കെയാണ് മാറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വലിയൊരു നോവാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഈ ഒരു ഡിസൈൻ അടിപൊളിയാണ്. നത്തിങ് ഫോൺ 3 എന്ന് പറയുന്ന അവരുടെ ഹൈ എൻഡ് ഫോണിനേക്കാൾ അടിപൊളി ഡിസൈൻ ഇതാണെന്ന് ഞാൻ പറയും. ഓക്കെ, സോ ഡിസൈനിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കമില്ല, ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇനി ഇതിൻ്റെ കുറച്ച് സ്പെക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഡയമെൻഷനൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം ഡയമെൻഷനാണ്. ഇത് കുറച്ചുകൂടി സ്ലിമ്മാണ് ഈ ഒരു ഫോൺ. അതുപോലെ തന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് രണ്ടിൻ്റെയും വെയിറ്റ് സെയിം ആണ്. റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ മറ്റേ നമ്മുടെ നത്തിങ് 4Aക്ക് നമുക്ക് IP64 വരുന്നുണ്ട്, ഇതിന് IP65 ആണ് വരുന്നത്. എന്നാൽ രണ്ടിൻ്റെയും വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ താഴെ 20 മിനിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. അതെന്തായാലും വളരെ മോശമാണ്. രണ്ടിലാണെങ്കിലും വളരെ മോശമാണ്. ഒരു IP68 ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ബാക്കി ഡിസൈൻ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ മറ്റേ നത്തിങ് 4A എന്ന് പറയുന്ന ഫോണിൻ്റെ ഫ്രെയിം നോക്കുകയാണെങ്കിൽ അത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഫ്രെയിം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു യൂണി ബോഡിയാണ്, അലൂമിനിയം യൂണി ബോഡിയാണ്. ഈ ഫ്രെയിം ആണെങ്കിലും ഈ ഒരു ബാക്ക് ആണെങ്കിലും എല്ലാം അലൂമിനിയത്തിൻ്റെ ഒരൊറ്റ പീസിൽ നിന്ന് എടുത്ത പോലത്തെ ഒരു സംഭവമാണ്. സോ ഇത് ഒരു മെറ്റൽ ഫ്രെയിമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മെറ്റൽ യൂണി ബോഡിയാണെന്ന് പറയാം. മറ്റേ ജസ്റ്റ് പ്ലാസ്റ്റിക് ഫ്രെയിമും ഗ്ലാസ് ബാക്കാണ് വരുന്നത്. സോ അത് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നത് ഇതിനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ഡിസൈൻ സൈഡിൽ നിന്ന് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും പുറകിൽ നമുക്ക് ഗ്ലിഫ് ലൈറ്റിംഗ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഗ്ലിഫ് ലൈറ്റിൽ നമുക്ക് ഏകദേശം ഒരു 137 LED കൂടിയിട്ടുള്ള വലിയൊരു ഗ്ലിഫ് ലൈറ്റാണ്. നത്തിങ് ഫോൺ 3യേക്കാൾ വലിയൊരു ഗ്ലിഫ് ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ ഒരുപാട് പരിപാടികൾ നടക്കും. നിങ്ങൾ മറ്റേ സ്വിഗ്ഗി ഓർഡർ ചെയ്ത് കഴിഞ്ഞാലുള്ള വെയിറ്റിംഗ് ടൈം, കൗണ്ട് ഡൗണ്, അതുപോലെ തന്നെ റിംഗ് ടോൺ അടിക്കുന്ന സമയത്തുള്ള ലൈറ്റിങ്, അതുപോലെ ഒരുപാട് പരിപാടികൾ നമുക്ക് ഈ ഒരു ഗ്ലിഫിൽ നടത്താൻ പറ്റും. എന്നാൽ നത്തിങ് 4Aയിൽ കുറച്ചും കൂടി ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ആനിമേഷൻസേ പറ്റുള്ളൂ. അത് ഏകദേശം ഒരു 63 LED ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗ്ലിഫാണ്. സോ ആ ഒരു ഗ്ലിഫ് ലൈറ്റിങ്ങിൻ്റെ പരിപാടി അടിപൊളിയാണ്. ഇതിൻ്റെ ഡിസൈനിനെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ഒരു ഗ്ലിഫ് ലൈറ്റ്. ഈ ഫോൺ എവിടെ കൊണ്ടുപോയാലും നിങ്ങളെ ആൾക്കാർ ശ്രദ്ധിക്കും. അതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. സോ ഡിസൈൻ വൈസ് ഡെഫിനറ്റ്ലി ഇത് തന്നെയാണ് എടുക്കാൻ ബെറ്റർ. കാരണം ഈ ഒരു ഫോണിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസിനേക്കാൾ ഒരുപാട് മികച്ചൊരു വാല്യൂ ഇതിൻ്റെ ഡിസൈനിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നെക്സ്റ്റ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ സൈസിലും കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമില്ല. ഞാൻ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 6.78 ആണ് നമ്മുടെ 4Aക്ക് വരുന്നത്. ഇതിന് 6.83 ഉണ്ട്, കുറച്ച് വലുത് തന്നെയാണ്. സോ ആ ഒരു ചെറിയൊരു സൈസ് ഡിഫറൻസേ ഡിസ്പ്ലേയിൽ വരുന്നുള്ളൂ. മാത്രമല്ല രണ്ട് ഫോണിലും AMO LED ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് ഫോണും 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. 1 ബില്യൺ കളേഴ്സിന് സപ്പോർട്ട് വരുന്നുണ്ട്. നത്തിങ് 4A ആണെങ്കിൽ നിങ്ങൾക്ക് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു നത്തിങ് 4A Pro ആണെങ്കിൽ 144 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ നത്തിങ് 4A ആണെങ്കിൽ 4500 നെറ്റ്സ് വരുന്നുണ്ട്. ഈ ഒരു ഫോൺ ആണെങ്കിൽ അതായത് നത്തിങ് 4A Pro ആണെങ്കിൽ 5000 നെറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഡിഫറൻസുകളാണ് രണ്ട് ഫോണുകളിലെയും ഡിസ്പ്ലേക്ക് തമ്മിലുള്ളത്. മെയിനായിട്ട് റിഫ്രഷ് റേറ്റിൽ ഈ ഒരു ഫോണിന് മാറ്റേണ്ടത്. അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിലും ഒരു 500 നെറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഇമ്പ്രൂവ്മെൻറ്റ് കൂടുതൽ ഈ ഒരു ഫോണിലുണ്ട്. സോ ഡിസ്പ്ലേ ഒന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്പ്ലേ ഇതാണെങ്കിലും ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും ആ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ഫീൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണിലും നമുക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനാണ് വരുന്നത്. സോ അതും സെയിം ആണ്. ഇനി ഒരു ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ്. എന്നാൽ നത്തിങ് 4Aയിൽ വന്നിട്ടുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ 7s Gen 4 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. സോ ആരും തെറ്റിദ്ധരിക്കരുത്, 7 Gen 4 ആണ് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ളത്. അതായത് ഇതിലത്തെ ചിപ്സെറ്റിൻ്റെയാണ് പവർഫുൾ ആയിട്ടുള്ളത്. 7s Gen 4 എന്ന് പറയുന്നത് കുറച്ചുകൂടി പെർഫോമൻസ് കുറഞ്ഞ ഒരു ചിപ്സെറ്റാണ്. ചെറിയ രീതിയിലുള്ള വ്യത്യാസമേ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടോപ്പ് എൻഡ് പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോകണം നല്ലത്. എന്നാൽ നമ്മുടെ നത്തിങ് 4A എടുക്കുകയാണെങ്കിലും പെർഫോമൻസിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ BGMIയുടെ
120 FPS പ്ലേ സപ്പോർട്ട് ആ ഒരു ഫോണിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ അതിന് ഇൻഡിവിജ്വൽ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഈ ഒരു നത്തിങ് 4A പ്രോയുടെയും ഇൻഡിവിജ്വൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് ഇൻഡിവിജ്വലി കാര്യങ്ങൾ അറിയണമെങ്കിൽ. സോ പെർഫോമൻസിൽ നമുക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത് Adreno 722 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ്. നത്തിങ് 4Aയിൽ വന്നിട്ടുള്ളത് Adreno 810 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഗ്രാഫിക്സും നമ്പർ വെച്ച് നോക്കിയിട്ട് കമ്പയർ ചെയ്യരുത്. ഗ്രാഫിക്സും നല്ലത് 722 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ വരുന്ന ഗ്രാഫിക്സ് തന്നെയാണ്. സോ ഒരു പൊട്ടിക്ക് പെർഫോമൻസ് കൂടുതൽ ഇതിൽ തന്നെയാണ്. എന്നാൽ അത് വലിയ രീതിയിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടിലും 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. രണ്ടിലും UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടാണ് വരുന്നത്. സോ പെർഫോമൻസിലും നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേയുടെ പോലെ തന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഇല്ല. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള ക്യാമറ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. രണ്ട് ഫോണിലും ഒരേ മെഗാപിക്സൽ ക്യാമറകളാണ് വെച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് സെയിം സെൻസേഴ്സ് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഒരു മെയിൻ സെൻസർ 50 മെഗാപിക്സലിൻ്റെ ഒരു 3.5x ഒപ്റ്റിക്കൽ സൂമുള്ള 50 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്, ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ. ഈ ക്യാമറ സെറ്റപ്പ് രണ്ട് ഫോണുകളിലും ഓൾമോസ്റ്റ് സെയിം ആണ്. അതിൽ യാതൊരു വ്യത്യാസമില്ല. എന്നാൽ ഇവിടെ ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോണിൽ എടുക്കുന്ന ഫോട്ടോസിൻ്റെ അൽഗോരിതത്തിലാണ്. നമ്മുടെ നത്തിങ് ഫോൺ 3A എന്ന് പറയുന്ന ഫോണിൽ എടുക്കുമ്പോഴും അല്ലെങ്കിൽ നത്തിങ്ങിൻ്റെ സാധാരണ ഫോണുകളിലൊക്കെ എടുക്കുമ്പോൾ അതിലെ ഫോട്ടോസിനൊക്കെ ഒരു പ്രത്യേക തരം ഒരു ഫിനിഷിംഗ് ആണ് വരിക. അതായത് ഒരു എന്താ പറയുക, ഒരു ഐഫോണിൽ എടുത്ത പോലെയാണോ വെച്ചാൽ അല്ല, എന്നാൽ എന്താ പറയുക സാംസങ്ങിൽ എടുത്ത പോലെയാണോ വെച്ചാൽ അല്ല. അങ്ങനെ രണ്ടിലും നിൽക്കാത്ത പോലത്തെ ഒരു പ്രത്യേക കളർ ടോണാണ്. ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീനൊക്കെ മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു ഷെയ്ഡ് എപ്പോഴും ആ ഫോട്ടോസിൽ കാണാറുണ്ട്. അതേപോലത്തെ പരിപാടി തന്നെയാണ് നത്തിങ് 4Aയിലും വന്നിട്ടുള്ളത്. എന്നാൽ ഇതിലത്തെ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിലെ ഓരോ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫോട്ടോയിലും വരുന്ന ഒരു ക്ലാരിറ്റി എൻഹാൻസ്മെൻ്റ് ഉണ്ട്, ഒരു AI സ്മൂത്തനിങ്. അത് ഭയങ്കര കിടലിനാണ്. നിങ്ങളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 സെക്കൻഡ്, സാധാരണ ഫോണിലൊക്കെ 2 സെക്കൻഡ് എടുക്കും, ഇതിൽ വിത്തിൻ ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക AI ടച്ച് വരും. അതായത് ഭയങ്കര സ്മൂത്തായിട്ട് നല്ല ക്ലാരിറ്റി സംഭവങ്ങൾ വരും. അത് ഈ ഒരു ഫോണിൽ തന്നെയാണ് അടിപൊളിയായിട്ട് കിട്ടുന്നത്. മറ്റേ ഫോണിൽ അത്ര ഇല്ല. മറ്റേ ഫോണിൽ അങ്ങനെ വലിയൊരു AI പ്രോസസ്സിംഗ് ഒന്നുമില്ല. ആ ഒരു ജസ്റ്റ് നോർമൽ നത്തിങ്ങിൻ്റെ ഫോട്ടോസിൽ വരാറുള്ള ഒരു കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ഫോട്ടോ തരും. മാത്രമല്ല ഫോട്ടോൻ്റെ പ്രോസസ്സിംഗ് ഒരു സ്വല്പം ലാഗ് ഉണ്ട് അതിൽ. എന്നാൽ ഇതിൽ ഫോട്ടോൻ്റെ പ്രോസസ്സിംഗ് ഭയങ്കര ഫാസ്റ്റാണ്. മാത്രമല്ല ഒരു നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു നല്ല ക്ലാരിറ്റി ഉള്ള പോലത്തെ ഇമേജസ് ആണ് ഈ ഒരു ഫോണിൽ തരുന്നത്. എൻ്റെ സാമ്പിൾസ് ഞാൻ കാണിക്കാം. മറ്റേ ഫോണിലെടുത്തതും ഈ ഫോണിലെടുത്ത് സാമ്പിൾസ് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന പോലെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ഫീൽ ചെയ്യുന്നത്. എന്നാൽ മറ്റത് കുറച്ചുകൂടി ഇൻസ്റ്റാഗ്രാം റെഡി ആയിട്ടുള്ള പോലത്തെ ഫോട്ടോസ് എടുക്കുന്നതാണ്. പ്രത്യേകിച്ച് നത്തിങ്ങിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്ന ആ ഒരു സെയിം അൽഗോരിതത്തിൽ വരുന്ന ഫോട്ടോസ് പോലെയാണ് നത്തിങ് 4Aയിൽ കിട്ടുന്നത്. 4A Pro എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു DSLRൽ ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്, നാച്ചുറൽ ടോൺസ് ആണ് വരുന്നത്. അതാണ് ആ ക്യാമറയിൽ വ്യത്യാസം. പിന്നെ നത്തിങ് 4A ആണെങ്കിൽ നിങ്ങൾക്ക് 70x സൂമേ കിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു ഫോണാണെങ്കിൽ നിങ്ങൾക്ക് 140x ഒരു അൾട്രാ സൂം നിങ്ങൾക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സൂം വെച്ച് എടുക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം ക്ലാരിറ്റിയും കിട്ടുന്നുണ്ട്. സോ ക്യാമറയിൽ ഞാൻ ഡെഫിനറ്റ്ലി ഇവൻ്റെ കൂടെ നിൽക്കുള്ളൂ. എന്നാൽ നത്തിങ്ങിൻ്റെ ടോൺ ഇഷ്ടമാണ്, നത്തിങ്ങിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം റെഡി ആയിട്ടുള്ള ഫോട്ടോസ് വരുന്ന ഫോൺ വേണം, ആ ഒരു കൺസെപ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 4Aയിലേക്ക് പോകാം. ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് കുറച്ചുകൂടി എക്സ്പെരിമെൻ്റലായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട്, അതായത് DSLR ലൈക്ക് നമ്മളൊരു റോ ക്യാമറ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഫോട്ടോസാണ് അതിൽ ഫീൽ ചെയ്യുന്നത്. ഇതെനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു സാംസങ്ങിൻ്റെ ഫോട്ടോസിനോട് ക്ലോസ് ആയിട്ടുള്ള പോലത്തെ റിസൾട്ടുകളാണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. എന്നാൽ മറ്റേത് ഞാൻ പറഞ്ഞല്ലോ ഒരു നത്തിങ്ങിൻ്റെ ഒരു നോർമലായിട്ട് അൽഗോരിതം പ്ലസ് ഐഫോണിൻ്റെ അൽഗോരിതം അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ഫോട്ടോസാണ് അതിൽ വന്നിരുന്നത്. ഇതിൽ പ്യുവർ കളർ നാച്ചുറൽ കളർ ടോൺസ് ആണെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു നത്തിങ്ങിൻ്റെ ടച്ചുള്ള ഒരു ഫോട്ടോസാണ് അതിൽ ഫീൽ ചെയ്തത്. സോ പിന്നെ മാത്രമല്ല ഞാൻ രണ്ട് ഫോണുകൾ ഉപയോഗിച്ചപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സിൻ്റെ കളറൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്തിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ അടുത്ത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ അത് ഇൻഡിവിജ്വലി എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം ഫോൺ മേടിച്ചാൽ മതി. പിന്നെ വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ രണ്ടിലും 4K 30fps സപ്പോർട്ടാണ്. അത് രണ്ടും ഓൾമോസ്റ്റ് സെയിം പോലെ എന്ന് ഫീൽ ചെയ്തു. എനിക്ക് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം വീഡിയോഗ്രാഫിയിൽ രണ്ട് ഫോണും തമ്മിൽ തോന്നിയില്ല. രണ്ട് ഫോണുകളിലും നല്ല അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് വീഡിയോഗ്രാഫി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നത്തിങ് 4A ആണെങ്കിലും നത്തിങ് 4A Pro ആണെങ്കിലും രണ്ടിലും സെയിം ബാറ്ററി കപ്പാസിറ്റിയാണ് വന്നിട്ടുള്ളത്. രണ്ടിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല യൂസ് ചെയ്യാനായിട്ട്. എന്നാലും ഒരു പൊടിക്ക് ഒപ്റ്റിമൈസ്ഡ് ആണ് ഈ ഒരു ഫോൺ. ഈ ഫോണിൽ ഉപയോഗിക്കാൻ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന പോലെ ഫീൽ ചെയ്തു. രണ്ടിലും Android 16 ബേസ്ഡ് ആയിട്ടുള്ള നത്തിങ് OS 4.1 തന്നെയാണ് രണ്ട് ഫോണുകളിലും വരുന്നത്. സോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ രണ്ടിലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. എസെൻഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള AI പരിപാടികളും മറ്റ് AI പരിപാടികളൊക്കെ രണ്ട് ഫോണുകളിലും നമുക്ക് ഒരേപോലെ കിട്ടുന്നുണ്ട്. സോ ഒരു ഫൈനൽ ഡിസിഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എമൗണ്ട് ഉണ്ടെങ്കിൽ, ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കായിരിക്കും ബെറ്റർ. കാരണം നത്തിങ് 4Aനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കിഡിലൻ ഡിസൈനും കിഡിലൻ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്.
ബാക്കിയെല്ലാം സെയിം ആണ്. ഡിസ്പ്ലേ ആണെങ്കിലും കുഴപ്പമില്ല, ഡയമെൻഷൻ ആണെങ്കിലും കുഴപ്പമില്ല, ബാറ്ററി ആണെങ്കിലും കുഴപ്പമില്ല, ചിപ്സെറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, രണ്ടിൽ ഏതെടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇത് കുറച്ചുകൂടി ഡിസൈനിലും ക്യാമറയിലും കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്നത് ഈ ഒരു ഫോൺ തന്നെയാണ്. എന്നാൽ ആ ഒരു എന്താ പറയുക, നമുക്ക് ബഡ്ജറ്റ് കുറവാണല്ലോ 4 എടുക്കുമ്പോൾ ആ ബഡ്ജറ്റ് കുറവാണ്. എന്നാൽ ആ കുറവിനനുസരിച്ചുള്ള മോശം ക്യാമറ പെർഫോമൻസോ അല്ലെങ്കിൽ ഡിസൈനോ അല്ല ആ ഫോണിൻ്റെ. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ അടുത്ത് നത്തിങ് 4 എടുക്കാനുള്ള ബഡ്ജറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾ കഷ്ടപ്പെട്ട് ഇത് എടുക്കേണ്ട ആവശ്യമില്ല, അതിലേക്ക് പോവാം. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് നത്തിങ് 4ലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പോകരുത്, ഇത് തന്നെ എടുക്കുക. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നത്തിങ് 4 എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു ഫോണിലേക്ക് പോകുമായിരിക്കും ബെറ്റർ. കാരണം ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഫോണാണ്. നിങ്ങൾ ഈ ഒരു ഫോൺ ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5 ഇയേഴ്സിലേക്ക് നിങ്ങൾക്ക് ഡിസൈൻ ഔട്ട്ഡേറ്റഡ് ആയെന്നുള്ളൊരു ഡൗട്ട് വരില്ല. ആ ഒരു സംഭവം ഉണ്ട്. എന്നാൽ നത്തിങ് 4യുടെ ഒക്കെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അടുത്ത 5 വരുമ്പോഴും ആ സെയിം ഡിസൈനൊക്കെ ആയിരിക്കും. വലിയൊരു ശ്രദ്ധ കിട്ടില്ല ആൾക്കാരുടെ. ഇത് ഭയങ്കര നോട്ടീസ് ചെയ്യും. അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ നത്തിങ്ങിൻ്റെ 3A Proൻ്റെ ഡിസൈൻ അതേപോലെ തന്നെ ആയിരുന്നു. അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നത്തിങ് 4 ആണ് ബഡ്ജറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ, അത്രയും ബഡ്ജറ്റുള്ളൂ, അതിനെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് നത്തിങ് 4 എടുക്കും. യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കും. ഓക്കെ. കുറച്ചുകൂടി പൈസ ഇടാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട്, അത് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് 4ലേക്ക് പോരുത്. ഈ ഫോൺ തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എത്രത്തോളം ക്ലാരിറ്റി വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതെന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും മോർ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഒന്ന് ചോദിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാതായിരിക്കും. ബൈ. ജിനോ ടെക് വ്ലോഗ്സ്.